നമസ്കാരം. രണ്ട് ചിത്രങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. ഒന്നാമത്തേത് ഈ ചിത്രമാണ്. രണ്ട് കന്യാസ്ത്രീകൾ. ആരൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സഭാവസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ മതം മാറ്റം, മനുഷ്യക്കടത്ത് എന്നൊക്കെയുള്ള കുറ്റം ചുമത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുറേ നാൾ ജയിലിൽ കഴിയേണ്ടി വന്ന അവസ്ഥയുണ്ടായ രണ്ട് കന്യാസ്ത്രീകൾ. മതവസ്ത്രം ധരിക്കാൻ അവർക്കുള്ള അവകാശത്തിനൊപ്പം സംഘപരിവാറുകാരൊഴികെ കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്നു. അവർ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കേസ് അവിടെ നിൽക്കുന്നുണ്ട്. ചില പിതാക്കന്മാർ തൊട്ടടുത്ത ദിവസം അമിത്ഷാജിക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറയുന്നത് നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ഈ ചിത്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ചിത്രം സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പലാണ്. നേരത്തെ അറസ്റ്റിലായവരെ പോലെ തന്നെ സഭാവസ്ത്രം ധരിച്ചാണ് അവർ ഇന്ന് പ്രസ് മീറ്റ് നടത്തിയത്. ആ ചിത്രമാണിത്. ഈ കന്യാസ്ത്രീയായ പ്രിൻസിപ്പൾ വന്നത് പക്ഷേ മറ്റൊരു കാര്യം പറയാനാണ്. ഹിജാബ് ധരിച്ചു എന്നും പറഞ്ഞ് ആദ്യം ക്ലാസ്സിൽ നിന്നൊരു കുട്ടിയെ പുറത്താക്കി പിന്നെ സ്കൂളിൽ നിന്ന് TC തന്നെ വാങ്ങിച്ചു പോകാനുള്ള സമ്മർദ്ദം സൃഷ്ടിച്ചതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് സഭാവസ്ത്രം ധരിച്ച് ഈ കന്യാസ്ത്രീ. മാറിപ്പോകരുത്. ആദ്യത്തേത് സഭാവസ്ത്രം ധരിച്ചതിന് ജയിലിലായവരും ഇത് ഹിജാബ് ധരിച്ചതിന് ഒരു കുട്ടിയെ പുറത്താക്കിയ സഭാവസ്ത്രം ധരിച്ചവരുമാണ്. കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ വീഡിയോയിൽ ചില പ്രത്യേക പരിപാടികളെക്കുറിച്ച് പറയുകയാണ്. പള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളിൽ ഒരു കുട്ടി തട്ടം ധരിച്ച്, പർദ്ദയല്ല, മുഴുവൻ മൂടുന്ന മറ്റൊരു വസ്ത്രവുമല്ല, ചെറിയൊരു തട്ടം ധരിച്ച്, അവരുടെ വിശ്വാസപ്രകാരമുള്ള തട്ടം ധരിച്ച് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നു. പിന്നീട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിക്കെതിരായ സ്കൂളിൻ്റെ തട്ടം വിലക്കണം എന്ന പൊതുവായി ആളുകളുടെ മുമ്പിൽ നടത്തിയ ആവശ്യത്തിന് പരാതി നൽകി. അതിനിടെ BJP നേതാവ് ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ ഈ കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞ് സംഘപരിവാർ സ്കൂളുകളുടെ മാനേജ്മെന്റിനൊപ്പം രംഗത്തിറങ്ങി. സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പൗരാവകാശം ലംഘിച്ച് സ്കൂൾ നടത്താൻ പാടില്ല എന്ന് മാനേജ്മെന്റിനോട് പറയേണ്ടി വന്നു. വകുപ്പിനോട് റിപ്പോർട്ട് തേടി. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ആൾക്കാരുടെ സ്കൂളാണ്, കോടതിയാണ് മുഖ്യം എന്നും പറഞ്ഞ് ക്രൈസ്തവ മാനേജ്മെൻറ്റ് ഉറച്ചു നിൽക്കുന്ന PTA പ്രസിഡന്റും പ്രിൻസിപ്പാളും വന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ പരിഹസിച്ചു. ഹിജാബ് ധരിച്ച് കുട്ടിയെ കയറ്റില്ല എന്ന് പറഞ്ഞ ശിരോവസ്ത്രം ധരിച്ച പ്രിൻസിപ്പാളും ടീച്ചർമാരും പിന്നാലെ PTA പ്രസിഡന്റും ചാനലുകളിൽ കയറി മതവിദ്വേഷം വിളമ്പി. ഹിജാബ് ഒരു ചെറിയ തുണിയുടെ ഭാഗം മാത്രം, ഹിജാബ് തലയിൽ അതുമാത്രം ധരിക്കുന്നത് മറ്റുള്ളവർക്ക് വലിയ ഭീതിയാണ് എന്ന്, മറ്റു കുട്ടികൾക്ക് ഭീതിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആ ഹിജാബ് ധരിച്ച കുട്ടിയെ കുഴപ്പത്തിലാക്കി. മാധ്യമങ്ങൾ ഹിജാബ് ധരിക്കുന്നതിനെതിരെ തിരിഞ്ഞു. മതശാഠ്യം വിദ്യാലയങ്ങളിൽ ആശാസ്യമോ എന്ന് ചോദിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ അങ്ങോട്ട് ചാനലുകളെല്ലാം ചർച്ച നടത്തി. ശിവൻകുട്ടിയെ പരിഹസിച്ചു. ഹിജാബ് ധരിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ മാനേജ്മെന്റ് നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നാൽ ഉടനെ അവരെ പിടിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ആളാക്കുന്ന പരിപാടിയും മറുഭാഗത്ത് ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വക്കീലിന്റെ നേതൃത്വത്തിൽ ഹിജാബിനെതിരെ സ്കൂളിന്റെ പ്രതിനിധികളായി പറയാൻ രംഗത്തെത്തി. ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ചാപ്പയടിക്കാനും വേറൊരു കൂട്ടരിറങ്ങി. ക്രൈസ്തവ ഇതര മതചിഹ്നം വിലക്കിയ സ്കൂളിന്റെ അനധികൃത ഇടപെടലിനെ കുറിച്ച് പറഞ്ഞാൽ അത് എരുതിയിൽ എണ്ണയൊഴിക്കലാകും എന്ന് വരെ അവർ പ്രഖ്യാപിച്ചു. പൗരാവകാശത്തെക്കുറിച്ച് പറഞ്ഞ ശിവൻകുട്ടി എരുതിയിൽ എണ്ണയൊഴിക്കുന്നയാളാണെന്ന് ഗോപികൃഷ്ണൻ മാതൃഭൂമിയിൽ കാർട്ടൂൺ വരച്ചു. ഇമാതിരി പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കുട്ടി TC വാങ്ങിപ്പോകേണ്ട അവസ്ഥ സൃഷ്ടിച്ചു. അതിന് പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പലും ടീച്ചർമാരും വാർത്താ സമ്മേളനം നടത്തി. അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട രണ്ടാമത്തെ ചിത്രം. ശിരോവസ്ത്രവും കന്യാസ്ത്രീകളുടെ സഭാവസ്ത്രവും അണിഞ്ഞ് വന്ന് ഹിജാബ് ധരിച്ച് വന്നയാളെ പുറത്താക്കിയതിനെ ന്യായീകരിച്ചു. എങ്ങനെയുണ്ട്? അവർ സഭാവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ജയിലിലായിട്ടല്ല, സ്കൂൾ തല്ലിപ്പൊലിച്ച സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ സഭാവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ ഹിജാബ് ധരിച്ചു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് താൽക്കാലികമായെങ്കിലും ആഘാതം സൃഷ്ടിച്ചു. ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കുട്ടിക്കൊപ്പം നിന്നതിന് ഇത്രയും ദിവസം അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന V. ശിവൻകുട്ടി അപ്പോഴും കുട്ടിക്കൊപ്പം ഉറച്ചു നിന്നു. മന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരുന്നവർക്ക് മുന്നിൽ ഇന്നും തലയുയർത്തി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: കുട്ടിക്ക് മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികൃതർ ആയിരിക്കും. നമുക്ക് ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയൂ. കഴിഞ്ഞ ഒരാഴ്ചയായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രമാത്രമാണ്. അങ്ങനെ ഒരു കൊച്ചുമോളോട് പെരുമാറാൻ പാടുണ്ടോ? അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് സംരക്ഷണം കൊടുക്കുക എന്നതാണ് സർക്കാർ നിലപാട്. വേറെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടൊന്നും വിഷയത്തെ മാറ്റാൻ കഴിയില്ല. ധിക്കാരത്തോടെയാണ് PTA പ്രസിഡന്റ് രംഗത്തിറങ്ങുന്നത്. സ്കൂളിൻ്റെ അഭിഭാഷക പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാണ്. അവർക്ക് സ്കൂളിൻ്റെ കാര്യം പറയാൻ എന്താണ് അവകാശം? കോടതിയിൽ നിയമപരമായ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാനാണ് അവർക്ക് ഉത്തരവാദിത്തം.
ഏതെങ്കിലും മാനേജ്മെന്റ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ നോക്കിയാൽ അത് നടക്കില്ല. വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് കുട്ടിയെ ഉൾക്കൊണ്ട് പഠിക്കാൻ വേണ്ട സംവിധാനം ചെയ്യുകയാണ് ഉചിതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വക്കീൽ അപ്പോഴും സ്കൂളിന് വേണ്ടി ചാനലുകളിൽ വന്ന് ഹിജാബ് വിലക്കിനൊപ്പം നിന്ന് വാദിച്ചുകൊണ്ടിരുന്നു. വി.ഡി. സതീശൻ മുണ്ടാണ്ടിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും MP ഹൈബി ഈഡനെയും പറഞ്ഞയച്ച് മാനേജ്മെന്റ് പറഞ്ഞത് അനുസരിച്ചോളാം എന്ന് ആ കുട്ടിയുടെ രക്ഷിതാവിനെ കൊണ്ട് പറയിപ്പിച്ചു. അതിന് പിന്നാലെ കുട്ടി TC വാങ്ങിപ്പോയത് എന്തിന് എന്ന് പോലും അന്വേഷിക്കാൻ ആളുണ്ടായില്ല. അങ്ങനെയാണ് ഒടുക്കം കാര്യങ്ങൾ ഇത്രയും ആയതിനു ശേഷം ശിരോവസ്ത്രം ധരിച്ചെത്തിയ ഈ പ്രിൻസിപ്പലിന്റെ ആഘോഷ പ്രകടനം വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട എന്ന്. എന്നിട്ട് അവർ കോടതി മുതൽ ഷോൺ ജോർജ് വരെയുള്ളവർക്ക് നന്ദി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കുറെ പരിഹാസം ചൊരിഞ്ഞു. മതചിഹ്നങ്ങൾ പാടില്ല, സ്കൂൾ യൂണിഫോമാണ് പ്രധാനം, പഠനത്തിനാണ് മുഖ്യ പ്രാധാന്യം എന്നും ഒക്കെ ആ ടീച്ചർ പ്രസ് മീറ്റിൽ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. കുറേ എണ്ണം തോന്നിയതുകൊണ്ട് എണ്ണാൻ പറ്റിയില്ല. ചിലതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ കുട്ടികളെ പഠിക്കാൻ ഈ പ്രിൻസിപ്പളും ടീച്ചർമാരും മതവസ്ത്രം ധരിച്ച് അല്ലേ പോകുന്നത്? അത് സ്കൂളിൻ്റെ റൂൾസിനെ ബാധിക്കില്ലേ? കോടതി വിധികൾ ഓക്കെയാണോ? നിയമം അനുശാസിക്കും വിധം ദേശീയ ഗാനം ആലപിച്ചാണോ സ്കൂൾ ആരംഭിക്കുന്നത്? സ്കൂളിൽ ചൊല്ലുന്ന പ്രാർത്ഥന ഏത് മതസൂചനകൾ ഉൾക്കൊള്ളുന്നതാണ്? ഒരു മതത്തിൻ്റെ സൂചനകളുള്ള പ്രാർത്ഥന മതചിഹ്നങ്ങൾ പ്രതിഫലിപ്പിക്കില്ലേ? അതായത് ക്രൈസ്തവ മതചിഹ്നങ്ങൾ മാത്രം അവിടെ അനുവദിക്കാം എന്നാണോ? സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ക്രൈസ്തവരുടെ വിശുദ്ധ പ്രാർത്ഥനാ ചിഹ്നങ്ങൾ എല്ലായിടത്തും സ്ഥാപിച്ചത് ചിത്രത്തിൽ തന്നെ കാണാം. സ്കൂളിൻ്റെ ചിത്രത്തിൽ അതുമാത്രം മതേതര ചിഹ്നമാകുന്നത് എങ്ങനെ? അതൊഴികെയുള്ളവ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന ചിഹ്നമാകുന്നത് എങ്ങനെ? ഈ കന്യാസ്ത്രീകൾ, ടീച്ചർമാരായ ഈ കന്യാസ്ത്രീകൾ മതചിഹ്നമുള്ള വസ്ത്രങ്ങൾ ഇട്ടല്ലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച വിധമാണെങ്കിൽ അത് പാടുണ്ടോ? ക്രൈസ്തവമായതുകൊണ്ട് മാത്രം ക്രൈസ്തവേതര മതചിഹ്നങ്ങളൊന്നും അനുവദിക്കില്ല എന്നാണോ സ്കൂളിൻ്റെ ഭരണഘടന? ശബരിമലയിൽ പോകാൻ വ്രതമുള്ള കുട്ടികൾ വ്രതത്തിൻ്റെ ഭാഗമായുള്ള ചിഹ്നങ്ങൾ ധരിച്ചെത്തിയാൽ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ? ഭക്തിയുടെ ഭാഗമായി ചന്ദനക്കുറി തൊട്ട് വന്നാൽ പുറത്താക്കുമോ? ടീച്ചർമാരിട്ട സഭാവസ്ത്രത്തെക്കാൾ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടികളുടെ വസ്ത്രം മറ്റുള്ളവരുടെ ഏത് മാനസിക നിലയാണ് ഭീതിയിലാക്കുന്നത്? ഒരു തട്ടം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പേടിയുണ്ടാക്കുന്നത്? ഒരു ഹിജാബ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്രം, CBSE, ഭാരതത്തിൻ്റെ നേതൃത്വം, കോടതി എന്നെല്ലാം പറഞ്ഞ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ ഉള്ളാലെ ചിരിച്ചാഘോഷിക്കുമ്പോൾ ആര് കൂടെയുണ്ട് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സംഘപരിവാറും ഈ കേന്ദ്രവും കൂടെ നിൽക്കും എന്ന ബലത്തിൽ ഈ കബളിപ്പിക്കൽ നാട്ടുകാർക്ക് മനസ്സിലാകില്ല എന്ന് കരുതുകയാണോ? ജെൻഡർ യൂണിഫോം നിർദ്ദേശിച്ചവർ ഹിജാബും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കൗണ്ടർ അടിക്കുമ്പോൾ ക്രൈസ്തവേതര വസ്ത്രങ്ങളോട് മാത്രമുള്ള ഈ അലർജി കൂടി മറ്റുള്ളവർ തിരിച്ചറിയും എന്ന് ഓർക്കണം. ഹിജാബിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂൾ വിടേണ്ടി വരേണ്ടത്രയും മതേതരമായാണോ നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ കേരളത്തിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിമിതി വെച്ച് ഷോൺ ജോർജുമാരെ സ്കൂളുകളിൽ കയറ്റി വിദ്വേഷം വിളമ്പി മുന്നേറാം എന്ന സ്വപ്നം എത്ര നാൾ, എത്ര ദൂരം സഞ്ചരിക്കും എന്ന് മാത്രമാണ് നമ്മുടെ ഭീതി. ഛത്തീസ്ഗഡിലെ പാവപ്പെട്ട 2 കന്യാസ്ത്രീകളുടെ കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നി, അത് ചോദിക്കാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചല്ലേ പറ്റൂ. ഇതിനിടയിൽ ഇത്രയും നാളില്ലാത്ത ഹിജാബ് പ്രശ്നം പെട്ടെന്നങ്ങനെ ഉണ്ടായി എന്നായി ചിലരുടെ സംശയം. ജംഷീദ് ബള്ളിപ്പുറത്തിൻ്റെ ഒരു ചെറിയ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഞാൻ വായിക്കാം. ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പലവിധ ശ്രമങ്ങൾ സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, സ്കൂൾ തുറന്ന് മാസങ്ങൾ പിന്നിട്ട ശേഷമാണോ പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ തോന്നിയത് എന്നും അത് ഗൂഢാലോചനയുടെ ഭാഗം ആണ് എന്നുള്ള പ്രചരണമായിരുന്നു. സ്കൂൾ തുറന്ന 1-ാം ദിവസം മുതൽ ആ പെൺകുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങുന്നത് തലയിൽ തട്ടമിട്ടുകൊണ്ടാണ്. സ്കൂളിലെത്തി ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തട്ടം അഴിച്ച് ബാഗിൽ വെക്കും. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും തലയിൽ ചുറ്റും. സ്ഥിരമായി ഇത് ആവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് പെൺകുട്ടി പറയാറുണ്ടെങ്കിലും ഇത് പ്രശ്നമുണ്ടാക്കിയില്ല. വിവാദത്തിൻ്റെ തുടക്കം സ്കൂൾ ഒരു പരിപാടി നടത്തിയപ്പോഴാണ്. പതിവ് പോലെ പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തി. അന്നേ ദിവസം പരിപാടി ഹാളിലായതുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ അവിടെ ഉള്ളത് കാരണം പെൺകുട്ടി ഹിജാബ് അഴിച്ചില്ല. ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണല്ലോ അഴിക്കുക. മതമൗലികവാദികളായ സ്കൂൾ അധികൃതർ കുട്ടിയെ ഹിജാബ് ധരിക്കുന്നത് വിലക്കി. അതായത് പെട്ടെന്നൊരു ദിവസം ദിവ്യ സന്ദേശം ലഭിച്ച് ഹിജാബ് അണിഞ്ഞ് സ്കൂളിൽ പോയതല്ല ആ പെൺകുട്ടി. 100% ആ പെൺകുട്ടി നീതി അർഹിച്ചിരുന്നു. തൻ്റെ വിശ്വാസപ്രകാരം തലയിൽ ഒരു തട്ടമിടാനുള്ള അവകാശം ഈ രാജ്യം അവൾക്ക് നൽകുന്നുണ്ടെങ്കിലും ആ അവകാശം സെൻറ് റീത്താസ് എന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ പുറത്ത് മാത്രമാണ്. ധാർഷ്ട്യം മതേതര സമൂഹത്തിന് അപമാനമാണ്. ഒരു മകളെ ലണ്ടനിൽ PGക്കും മറ്റൊരു മകളെ റഷ്യയിലെ MBBSനും പഠിപ്പിക്കുന്ന ഒരു പിതാവിനോട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലാസ് എടുത്ത് ഒരുത്തനും ആ വഴി പോകണമെന്നില്ല. ഒടുവിൽ ആ പെൺകുട്ടി TC വാങ്ങിപ്പോകുമ്പോൾ ഒരു യുദ്ധം ജയിച്ച സന്തോഷമാണ് സിസ്റ്ററായ പ്രിൻസിപ്പാളിൻ്റെ മുഖത്ത്.
വ്രതമെടുത്താലോ സന്യാസ ജീവിതം നയിച്ചാലോ 4 നേരം പ്രാർത്ഥിച്ചാലോ മനുഷ്യനാവില്ല. യേശുദേവനാണ് പ്രിൻസിപ്പാൾ എങ്കിൽ വിദ്യ അഭ്യസിക്കാനെത്തിയ ആ പെൺകുട്ടിക്ക് തൻ്റെ വിശ്വാസപ്രകാരം ആരെയും ഉപദ്രവിക്കാതെ തലമറച്ചതിന് ഒരിക്കലും ആ സ്കൂളിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല. സകല കല്ലേറിൽ നിന്നും മിശിഹ അവളെ സംരക്ഷിക്കും എന്നാണ് ജംഷീദ് പ്രസക്തമായി നിരീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തട്ടമിട്ടെത്തുന്ന ആ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് ഹൈക്കോടതി വിധി കൂടി വന്നിട്ടുണ്ട്. DDEയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളിയില്ല. സ്കൂളിൻ്റെ ആവശ്യം ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പരിഗണിച്ചതേയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റേതെന്ന് പറയപ്പെടുന്ന സ്കൂളിൻ്റെ വക്കീലിന് ഫീസ് കൊടുത്തത് മാത്രം സ്കൂൾ മാനേജ്മെൻറ്റിന് മിച്ചം. സ്കൂൾ പ്രിൻസിപ്പൽ ഇന്ന് ഹൈക്കോടതിക്ക് നന്ദി പിൻവലിച്ചത് ഷോൺ ജോർജിന് മാത്രമായി ചുരുക്കേണ്ടി വരും. എന്തായാലും എൻ്റെ മനസ്സിൽ ഈ കന്യാസ്ത്രീയുടെ ആ ചിരി വല്ലാത്ത ഒരു ഭീതി നടക്കുന്നുണ്ട്. അവരോട് പക്ഷേ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. ഹിജാബ് ധരിച്ചതിനൊരു കുട്ടിയെ പുറത്തു നിർത്തുന്നതിനെ ന്യായീകരിക്കാൻ സഭാവസ്ത്രം ധരിച്ചുവെന്ന് പറയാനുള്ള ഈ ദയനീയാവസ്ഥയോട് സഹതാപം മാത്രം. കാരണം അവരും ആരുടെയോ ഉപകരണമാണ്. എന്തായാലും ക്രൈസ്തവേതര മതചിഹ്നങ്ങളെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കി ആട്ടിയോടിക്കലിൻ്റെ വിദ്വേഷ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ അധികം വരുന്ന അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ കടക്കില്ല എന്ന പ്രതീക്ഷയോടെ നമ്മുടെ നാടിന് നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.